Alright. Let's start this fucking stream, boys. We are gonna go IRL stream on Kozhikode beach. Let's go. Underworld Underworld? എന്നൊരു കണ്ണടിന്നാ. ഷമീർ മൈക്കോ? ഷമീർ മൈക്കോ എന്റെ മൈക്കിന് എന്തോ പ്രശ്നമുണ്ട്. ഇവിടെ പറയുന്നു സംസാരിച്ചോ. നീ ഇങ്ങനെ സംസാരിക്കരുത്, കുറച്ച് ദൂരെ വെച്ചാ ആദ്യമായിട്ട് കോഴിക്കോട് IRL പോവുകയാണ്. ഇല്ല, ആ മൈക്ക് വർക്കാന്നില്ല. ഒന്ന് ഓഫാക്കിട്ട് ആ പെട്ടിയാടാ മൈക്കിന്റെ. അല്ലല്ലോ, ആരെ വേഗിലുള്ള ഇനി ചെക്ക് ടെക്നിക്കലി നമ്മൾ ഈ ടീമിലുള്ള എല്ലാവർക്കും ടെക്നിക്കലി സീറോ നോളേജാ. മനസ്സിലായി? ടെക്നിക്കലി സീറോ നോളേജ്. ഇതെല്ലാം എനിക്ക് മാത്രമേ അറിയാം. നിനക്ക് അത് ഞെക്കി പിടിക്കണം. തലയിടുന്ന പോലെ തലയിടുന്ന ഒരു മിനിറ്റ് ജാസി, ഇതൊന്ന് സെറ്റാക്കട്ടെ ജാസി. വൺ സെക്കൻഡ് ചാറ്റ്. മൈക്ക് ഓക്കെ ഒന്ന് പറയണേ. ചാറ്റ് ഒന്ന് നോക്കണേ. പറഞ്ഞ എടാ അതില് ഇത് കാണിക്കുന്നുണ്ടാവും മൈക്കിന്റെ ഇത് ഗ്രാഫ് ഉണ്ടാവും. ഏത് ഇതിലിട്ടിട്ട് തിരിച്ചെടുത്ത ചിലപ്പോ അതിലിട്ടിട്ട് ബാഗിലേക്ക് വെക്കാന്ന്. എന്തൊരു മണ്ടനാന്നത്. ഹലോ ചെക്ക് ഓക്കെ. ഡിലേ ആണോ? ഇല്ല, ആ മൈക്ക് പോയി. വാട്ടവർ അതെല്ലാം വിട്. എടാ നോക്കണേ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നോക്കണേ മുത്ത. സ്റ്റെപ്പ് നീ അങ്ങോട്ട് തിരിഞ്ഞു നടന്നോ? നീ ക്യാമറ ഇങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നടന്നോ? ആ ഇല്ലെന്ന് വെച്ചാൽ നീ സ്റ്റെപ്പ് തടഞ്ഞ് വീണ് കഴിഞ്ഞാൽ മോനെ ഞാൻ കാര്യം പറയാലോ. നോ അവിടെ എല്ലാവരും നോവാ പറയുന്നത്. അപ്പം രണ്ടാമത്തെ മൈക്ക് പോയി. ലൈവ് തുടങ്ങിയിട്ട് ഫസ്റ്റ് തന്നെ പണി കിട്ടിയിട്ടുണ്ട്. ഒരു മൈക്കേ വർക്കാന്നുള്ളൂ. അപ്പോൾ ഒരു മൈക്കിലാണ് നമ്മൾ ഇന്ന് മൊത്തം സ്ട്രീം. എങ്ങനെ ഓക്കെ ഹായ്, സുഖല്ല? നിങ്ങൾ ബൗൺസേഴ്സാ? അല്ല, മറ്റേ ബ്ലാക്ക് ഒന്നും ഇടൂല. പെട്ടെന്നുള്ള ഇൻഫർമേഷനാ. പെട്ടെന്ന് ബൗൺസേഴ്സിനെ വേണമെന്ന് പറഞ്ഞാണ്. അപ്പൊ പെട്ടെന്ന് കിട്ടിയില്ല, യൂണിഫോം ഇടാൻ പറ്റിയില്ല എന്ന് പറയുന്നത്. ആരൊക്കെയാ? നിങ്ങൾ ഒരാള്, പിന്നെ നിങ്ങള് നാലാൾക്കാർ, 4 ബൗൺസേഴ്സ് ഉണ്ട്. പക്ഷെ ബ്ലാക്ക് ഇട്ടിട്ടില്ല. അപ്പം ബൗൺസേഴ്സ് ആണെന്ന് ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ബീച്ചിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആളുണ്ടാവും അവിടെ, അത്യാവശ്യം ആളുണ്ടാവും. അതൊന്നും പ്രശ്നം മനസ്സിലാവും. അപ്പൊ എനിവേസ് ചാറ്റ് നമ്മളപ്പം കോഴിക്കോട് ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എടാ ഒന്ന് മാറി അത് റോഡിന് മാറി. എടാ ഇതെന്താന്ന് പാടെ വാനരപ്പട നടന്നു വരുന്ന പോലെ വരുന്നുണ്ട്. കാര്യം ഒരു ആദിവാസി കൂട്ടം ബാംബു ബോയ്സ് നടന്നു വരുന്ന പോലെ. ഇത് നോക്കേ, കൂട്ടുണ്ട് ഈ മമ്മൂർ റാംബോ പോലെ. ഇവനെ നോക്കത് ഇതെന്താണ്? ശരിയായ ബാംബു ബോയാന്ന്. പിന്നെ എന്താടാ നീ പറയുന്നത്? നിന്റെ കണ്ണട നോക്ക്. നീ ശരിയായ നേട് ലുക്കിലാ ഉള്ളത്. നീ അപ്പൊ ഗൈസ് എൽ ക്യാമറയോ എന്ത് പറ്റും അവിടെ ഇങ്ങനെ കിട്ടും. അവിടെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, നമ്മളെ എന്താ പറയാ, നമ്മളെ IRL ചെയ്യുന്ന ഡിവൈസ്, അതായത് നമ്മളെ ക്യാമറ പ്ലസ് IRL ഡിവൈസ്, ബോണ്ടിങ് ഡിവൈസ് എല്ലാം കൂടിയിട്ടുള്ള നമ്മളെ സെറ്റ് പണിയായിട്ട് നമ്മൾ ഡൽഹിയിൽ അയച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ലൈവ് ചെയ്യുന്നത് ഫോണിലാണ്, മനസ്സിലായി? ഐഫോണിലാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ക്വാളിറ്റി പ്രതീക്ഷ മതി. പിന്നെ പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെയ്യുന്ന ഒരു IRL, നമ്മളിതൊന്നും പ്ലാൻ ചെയ്തില്ല, പെട്ടെന്ന് ഇറങ്ങേണ്ട വന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയെല്ലാം ക്വാളിറ്റി പ്രതീക്ഷ മതി. അടുത്ത IRL മുതൽ നമ്മൾ ഡിവൈസിൽ ചെയ്യും. അപ്പം W ക്വാളിറ്റി ആയിരിക്കും.
ഇപ്പൊ ഈ ക്വാളിറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബീച്ചിന് പിടിച്ച അത്രേ ഉള്ളൂല്ലേ? കുറച്ച് ദൂരം മൈക്കുണ്ട്, പേടിക്കണ്ട, ദൂരം നീ ബാക്കിലേക്ക് നോക്കി നടന്നോട്ടാ. എടാ മുത്ത എന്താ പ്രശ്നം? ഞാൻ അതിന് ബൗൺസേഴ്സിൽ വെച്ചറിയോ, എന്തായാലും ബീച്ചിൽ ഇറങ്ങിയ എല്ലാരും ഫോട്ടോ എടുക്കാൻ വരും അല്ല. ഫോട്ടോ എടുക്കാൻ വന്നാൽ പിന്നെ ഇവിടെ നമ്മളെ ഇത് നടക്കൂല, മനസ്സിലാ? എല്ലാരും അല്ലടാ, അല്ലെങ്കിൽ നമ്മൾ പുറത്തെല്ലാം പോകുമ്പോ 1-2 ആൾക്കാരുടെ ഫോട്ടോ എടുക്കാൻ വന്നാൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ ബീച്ച് പോലത്തെ സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വന്നിട്ട് ഈ ലൈവ് മൊത്തം ഫോട്ടോ എടുക്കൽ മാത്രമാവും. അപ്പൊ ആൾക്കാർക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും, അത് മനസ്സിലാ? അപ്പൊ നിങ്ങളൊന്ന് കേട്ടോ, നിങ്ങളെ ഇവരോടും കൂടി ഒന്ന് പറഞ്ഞു. ഈ എന്നിട്ട് കണ്ടറാ ഇപ്പൊ ഞാൻ കണ്ടറാ നിന്നെ. ഇതെന്താ? ഇതൊന്നും നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരല്ല. ഇതെന്താ നടക്കുന്ന ഇവിടെ? ഇതെന്താ നടക്കുന്ന? ഷെയ്ക്ക് ആകുന്നുണ്ടാ? എടാ ഷെയ്ക്കാവും ഫോണിലാ ചെയ്യുന്നത്. ഇതാരാ? പേരെന്താ? എന്താ പേര്? എന്തല്ല സുഖല്ല? ബോഡിഗാർഡ് പ്ലീസ് ഹെൽപ്പ്. എടാ റോഡൊന്നും ബ്ലോക്ക് ആക്കല, റോഡൊന്നും ബ്ലോക്ക് ആക്കല. ഇവനാടാ മുസ്ലിമാടാ? എടാ എങ്ങോട്ടേക്കാണ്? ആദ്യം ബീച്ചിൽ വന്നാ ഫസ്റ്റ് പോകേണ്ട സ്ഥലം പറ. ചെക്കന്മാരൊന്ന് മാറ്റണം. ഓക്കെ എങ്ങോട്ടാ? അഖില് നോക്കിയാ ഇതെന്താ സംഭവം? ബീച്ച്, കോഴിക്കോട് ബീച്ച്. എടി ഇതെന്താ സംഭവം അഖില? ഇതെന്താ? എടി ഇത് മിക്കവാറും നെറ്റ് കട്ടാവും. ഇത് ആള് കൂടുതലല്ല, നെറ്റ് കട്ടാവും. കുറെ സിം ഒരുമിച്ച് വരുമ്പോ കുറെ സിം ഒരുമിച്ചുള്ള ഏരിയയിൽ നെറ്റ് കട്ടാവും. എടാ മുത്ത് ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, നമ്മളൊന്ന് എന്താ എൽ ബോഡിഗാർഡ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊരു കൈ ഇങ്ങനെ ഇത് സീനാവും. ജാസി ഔട്ട്ഫിറ്റോ? ജാസി മാറ്റാൻ മതി. എന്തായാലും അസുഖല്ല. ഐഷോ സ്പീഡ് അല്ല, ഇത് കേക്ക് ഐഷോ സ്പീഡ് 144p എന്ന് പറയുന്നുണ്ട്. നമുക്കാരോ ഗിഫ്റ്റ് കൊണ്ട് തരുന്നുണ്ട്. എന്ന് പേരെന്താ? മൻസൂർ. IRL ആദ്യത്തെ ഗിഫ്റ്റ്. ഇതെന്താ തിന്നുന്നെങ്കിലോ? ആദ്യമായിട്ട് നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. എങ്ങോട്ടേക്കാ? ഏതോട്ടേക്കാ? ഇവിടെ ഫുള്ള് റൗണ്ട് വലിയ റൗണ്ടായിട്ട് നെറ്റ് നോക്കിയാ മുത്തൻ നെറ്റ് നോക്കിയാ താങ്ക് യു. ഓക്കെ, എനിവേസ് സ്റ്റാർട്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് പോകുമ്പോഴാണ് ഇത് സ്പ്രെഡ്. ഒരു ഗൈസ് ഒരു റൗണ്ട് ആണോ? അങ്ങനെ ചെയ്യാൻ പറ്റും? എടാ ഇത് സ്റ്റാർബക്സാ, അല്ലാണ്ട് തട്ടുകടയല്ല. എന്തല്ല ഗൈസ്, ഞാൻ പറയട്ടെ, എടാ ഇങ്ങനെ ആയ പരിപാടി നടക്കൂല. ഈ സാഗില് ക്യാമറമാൻ ഇങ്ങോട്ട് പിടിക്ക്. നമുക്ക് കഞ്ഞിയും പരിപ്പന്നെ കുടിക്കാം, അതേ നടക്കൂ ഈ ആൾക്കാരുടെ. ഇതെന്താണ് അയാളെ പിടിച്ച് പുറത്താക്കി. ആര് ഈ നെറ്റ് ഓക്കെയാന്ന് നോക്കിയാ? ഓക്കെ, പറ എന്താ ചെയ്യാ പറ. ഞമ്മല്ലേ കറക്റ്റ് സെന്ററിൽ ഇറങ്ങിയിട്ട് വലിയ റൗണ്ട് ആക്കിയാൽ മതിയോ? ഡാൻസ് കളിക്കാം, പാട്ട് വെച്ച് ഡാൻസ് കളിക്കാം. സെറ്റപ്പ് അല്ല. ഞാൻ കഴിഞ്ഞോട്ടെ ഇങ്ങനെ പെർമിഷൻ ഇല്ലാണ്ട് ക്രൗഡെല്ലാം വന്നിട്ട് സീനാവോ? പോലീസ് വരുമോ? നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ?
ആ അങ്ങനെയാ അങ്ങനെയാ. ആ എടുത്തോ എടുത്തോ. പാട്ട് ഡാൻസ് കളിക്കാൻ പോരാ അങ്ങനെ അങ്ങനെ എടുത്തോ 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 മോളെ. ഞാൻ ലൈവ് ചെയ്തോണ്ടിരിക്കാം മോളെ, പ്ലീസ്. പോലീസ് പോലീസ് ചാറ്റിൽ എല്ലാവരും പോലീസ് എന്ന് പറഞ്ഞ സ്പാം എന്തോ വന്നോട്ടോ. അതാ ഇതാരാണ്? ഓ എന്തല്ല സുഖല്ല. അതാണ് ഞാനും ആലോചിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മളെ ചെക്കന്മാര് കുറച്ചൊക്കെ വന്നിട്ടില്ല, പ്രശ്നം. കുറച്ച് സമയം സമാധാനത്തോടെ പിന്നെ സ്റ്റാർബക്സിനുള്ളിലെ ആൾക്കാരെല്ലാരും സ്റ്റാർബക്സിൽ കയറിയിട്ട് സാധനങ്ങളെല്ലാം പൊട്ടും. ഞാൻ പുറത്തേക്ക് വിളിക്കുമ്പോ വന്നാൽ മതി, ഞാൻ റൗണ്ട് ചെയ്തരാം. ആരെങ്കിലും ഒരാൾ പറ, ഞാൻ ആര് പറഞ്ഞു. അല്ല ഓൻ ഇറങ്ങാൻ പറഞ്ഞു. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് IR ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ IR ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്നിട്ട് താറ്റ് ഇതാക്കാം. ഓക്കെ എനിവേസ് നീ എന്ത് ഡ്രസ് ഇട്ടിട്ട് പറയുന്നത്? നീ എന്ത് ഡ്രസ് ഇട്ടിട്ട് പറയുന്നത്? എടാ നീ ഇത് പറഞ്ഞ ആരും സീരിയസ് ആയിട്ട് എടുക്കൂല, കാരണം നിന്റെ വേഷം അതാണ്. എടാ ഇത് സിഗ്നേച്ചർ ആണ്. ലൈവിന്റെ ഇടയിൽ ആരെല്ലാം സാമാനിൽ പിടിച്ചിട്ടാ. എന്താ പ്രശ്നം അറിയോ? ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് IR ചെയ്യാൻ പറ്റില്ല, മനസ്സിലായി? ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ IR ചെയ്യാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എടാ മുത്തേ, ഞാനൊരു കാര്യം പറ്റേ, ഞാൻ സമാധാനത്തിൽ IR ചെയ്യട്ടെ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് IR ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ എന്തെങ്കിലും പരിപാടി ചെയ്യാം, ഡാൻസ് കളിക്കാൻ, പാട്ട് പാടാനെല്ലാം വിചാരിച്ചിട്ട് വന്നത്. പക്ഷേ ഇത് നടക്കാൻ നിക്കാൻ സ്ഥലമില്ലാണ്ട്. എന്താണ് ക്രൗഡ് പോളി എടാ ഇത് നോക്ക്, ചാറ്റിൽ മൊത്തം പോലീസ് എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് സംയമനം പാലിക്കണം. ഞാൻ ഒന്ന് റൗണ്ട് അടിച്ച് ബീച്ചിലൊന്ന് കാണട്ടെ പ്ലീസ്. ഓക്കെ, മനസ്സിലാവും. എന്തല്ല സുഖല്ല? എടുത്തോളൂ. നമുക്ക് ആദ്യമായിട്ട് സാധനം നിങ്ങൾക്ക് പ്രൈസ് ഉണ്ട് എന്നുള്ള സാധനം നിങ്ങളായിട്ടാണ് ചലഞ്ച് എന്നുള്ള സാധനമാണ് സ്പെൻഡിങ്. എന്ത് ചലഞ്ചാ? നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാ. ഇങ്ങനെയുള്ള ആർക്ക് പങ്കെടുക്കാം, പ്രൈസ് ഉണ്ടാവും അല്ലേ? ആ പ്രൈസ് ഉണ്ടാവും. സ്ഥലം വേണം, എന്നാലേ നടക്കും. ഇത് ഞാൻ പറയുന്ന IR കൊളായി. അതാണ് എനിക്ക് വന്ന് IR കൊളായി. അതാ സംഭവം. നമ്മള് വിചാരിച്ച പോലെ എനിക്ക് നടക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നിട്ട് എന്തെങ്കിലും ഓരോ ഷോപ്പിൽ കയറി ഫുഡെല്ലാം കഴിച്ച് ഡാൻസ് എല്ലാം കളിച്ച് ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റണേല് നമുക്ക് 2-3 ആക്ടിവിറ്റീസും ചലഞ്ചും പരിപാടി കാര്യങ്ങളൊക്കെ എല്ലാരും. അപ്പൊ ഒന്ന് എന്തായാലും നമ്മൾ സിംഗിൾ സെറ്റ് ചെയ്താലേ കാര്യം നടക്കൂ. എടാ റൗണ്ട് ആക്കി, ഒന്ന് റൗണ്ട് ആക്കി. ചെറിയ റൗണ്ട്. നമ്മളെ ക്യാമറ സൈസ് കൊടുക്കണേ. ചെറിയ റൗണ്ട്. ഓക്കെ ഞാൻ പറയുന്നതൊക്കെ ഞാൻ പറയുന്നതൊക്കെ എടാ മിണ്ടാടിക്ക്. ഞാൻ പറയുന്നതൊക്കെ ചാറ്റ് അല്ല ജനങ്ങളെ. ഞാൻ പറയട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങളെ കൂട്ടത്തില് എടാ ഒന്ന് സൈഡ് നിങ്ങളെ കൂട്ടത്തില് കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരുന്നതാണ്. കാരണം
എന്ന് വെച്ചാല് നമ്മളിവിടെ കോഴിക്കോട് ബീച്ചിൽ IR ഇടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ MRGയിലേക്ക് 10ാമത്തെ ഒരു മെമ്പർ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഒരു കഴിവേറി നമുക്ക് ആവശ്യമുണ്ട്. മനസ്സിലായി? ഒരു കഴിവേറി നമ്മൾ നോക്കുന്നുണ്ട്. നീയാ ഉണ്ടോ? എന്താ കഴിവ്? നല്ല കഴിവുണ്ട്. എന്താ പാട്ട് പാടാ മതി, ഡാൻസ് ചെയ്യാൻ മതി. ഒന്ന് സ്പേസ് ഉണ്ട്. ഓക്കെ, നീ ഇവിടെ ഓളം ഉണ്ടാക്കണം. എങ്ങനെ ക്രൗഡിന് ഓളം ഉണ്ടാക്കണം. അത് ഞാൻ നിന്റെ ജോലി. പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഓളം ഉണ്ടാക്കണം. പോലീസെന്നോ ബ്രോ, എൽ ബൗൺസേഴ്സ് ബ്രോ. ഒരു റൗണ്ട് വിളിക്കണോ എന്റെ ഫോണിന്റെ ചെക്കന്മാരാ ചോദിച്ച ഗ്യാങ്ങിലേക്ക് 10ാമതൊരു കഴിവേറിന് ആവശ്യമുണ്ട്. സൂക്ഷിച്ചോ, ഇവൻ പറയുന്നത് നോക്കണ്ട. പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ ആൾക്കാർ മുമ്പോട്ട് വരാൻ കളിക്കുക. ഈ 10ാമത് കഴിവേറി ഒന്ന് മാറ്. പോയി. ഇവൻ ഞെക്കി. ആണോ? ഒരു ഫോണ് നമ്മൾ അവിടെ തന്നെ ഉണ്ടാവില്ലേ? എവിടെ? ആ ഒരു കറക്റ്റ് സൗണ്ട് അവിടെ നിർത്തിയിട്ട് മുകളിലേക്ക് വ്യൂ ആക്കിയാലേ അങ്ങനെ ആക്കണോ? വേണ്ട, കുഴപ്പമില്ല. ഇതൊക്കെ അഖില എല്ല് അതിനുള്ളിൽ ഞാൻ ഓക്കെ തരാം. 2 സൈഡ് ഞാൻ നോക്കേ. അപ്പൊ അതിനുള്ളിൽ കസ്റ്റമേഴ്സിന് പറഞ്ഞത് അവരെ ഷോപ്പ് നമ്മളങ്ങനെ ലോക്ക് ചെയ്യും. അവരെ ഷോപ്പല്ല ഓവർ പവർ കാണിക്കല്ലേ. ഇത് മൊത്തം എല്ലാം വരുന്നത് ഗോ ഹോം. നമുക്ക് നമ്മളെ ആടെ വീട്ടിൽ തന്നെ പോവാം. നമ്മളെ കൊണ്ട് പറ്റൂല. ഇത് നമുക്ക് ഒരു മിനിറ്റ് നിനക്കറിയില്ല. നീ പറഞ്ഞത് നീയുടെ കോഴിക്കോട് വിളിച്ചത് ഞാൻ അറിയോ? ഓക്കെ ഇത് നടക്കൂല. എന്റെ എന്താ ആണോ? ഏതില്? ഒമേഗിളിലോ? ഓക്കെ എടുത്തോ. എടാ എല്ലാരും ഗോ ഹോം നമുക്ക് മൂവ് ചെയ്യാം. എല്ലാരും ഗോ ഹോം ചാറ്റ് മൊത്തം ഗോ ഹോം എന്നാ പറയുന്നത്. അങ്ങനെ തന്നെ മൂവ് ചെയ്യാം.
എടാ ഇത് കൊളായാണ്, അയ്യാറിൽ കൊളായി, അയ്യാറിൽ കൊളായി. അയ്യോ ഷമീറ, നീ അല്ല ഐ ഡി വാങ്ങുന്നതാണ് ഫ്രണ്ട്. അല്ല ചോദിക്കും. പിന്നെ ഷമീർ അങ്ങനെ വാങ്ങിയില്ല. ഷമീർ കിങ്. അതിനുള്ള ധൈര്യമൊന്നുമില്ല, അതിനുള്ള ധൈര്യം ഷമീറിനില്ല. ഇല്ല, പേടിച്ച് ഷമീർ പേടിച്ച് എടാ നമ്മളെ നമുക്ക് നാളെ ഞാനൊരു കാര്യം പറയട്ടെ, നാളെ നമുക്ക് പോയിട്ട് വീട്ടിൽ പോയിട്ട് നോർമൽ ലൈഫ് ചെയ്യാം. അതാണ് നല്ലത്. ഇത് നടക്കൂല. എനിക്ക് എന്റെ ചെവിയെന്നെ പൊട്ടുന്നുണ്ട് സൗണ്ട് കാരണം. അതെല്ലാം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എനിക്ക് മനസ്സിലായത് സ്പീഡിന്റെ എല്ലാം ബുദ്ധിമുട്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായത്. ഇതെല്ലാം സ്പീഡിനെ കൊണ്ട് നടക്കൂടാ, ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കുന്നു. കാരണം വെച്ചാൽ ഇത് പ്രോപ്പർ പ്ലാൻ ആക്കി അത്രയും 10 ബോഡി ഗാർഡ്സിനെ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ. മനസ്സിലാവും? ഓക്കെ, ഇപ്പൊ ശരിയായി വരുന്നുണ്ടല്ലോ, ഇപ്പൊ സെറ്റായി വരുന്നുണ്ടല്ലോ. ഓക്കെ ബൈ അഖില, ഇതെന്താ സംഭവം? ഇടൊന്നും നടക്കുന്നത് എന്താടാ? ആരോ എന്റെ ബാക്കിൽ പിടിച്ചു നുള്ളി, നല്ല നുള്ളുള്ളി. ആരാന്ന് എനിക്ക് മനസ്സിലാവില്ല. വാക്കിംഗ് നല്ലത്, അതാ നല്ലത് മോനെ. ഇത്രയും ആൾക്കാരൊക്കെ അല്ല മോനെ. ഒന്ന് മനസ്സിലാക്കടാ, കണ്ണ് കാണുന്നില്ല, ലേറ്റ് കാരണം. ഒരു സൈഡ് നടക്കും, അല്ല ഇപ്പറ സൈഡ് കാര്യം. ആണോ? കേരള പോലീസ് സൂപ്പർ ചേർ ചെയ്താ, കേരള പോലീസ് താങ്ക് യു ഫോർ 100 rupees സൂപ്പർ. ഗോ ഹോം എല്ലാം എന്ന് പറയുന്നുണ്ട്. അവിടെ കുഴപ്പമില്ല, ഇങ്ങനെ പോവാ. അവിടെ മതി അങ്ങനെ പുഷ് ചെയ്താൽ നമുക്ക് പുഷ് തന്നെ കിട്ടോ. ഷമീറ, ഓന്റെ ചെരുപ്പ് പോയതാ. ഒന്നുകൂടെ സെറ്റായി. ഡബ്ല്യു എടാ സംഭവമില്ല, ക്രൗഡ് നല്ലതാ. പക്ഷെ നമ്മളെന്താ പ്രശ്നം അറിയാം, നമുക്കിത് ചെയ്ത് ശീലമില്ല. ഐഷോ സ്പീഡിൽ ഇത് ഡെയിലി ചെയ്യുന്നതാ, നമുക്കിത് ചെയ്ത് ശീലമില്ല. മനസ്സിലാവും? അതാ ഇത് കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് സെറ്റാക്കേണ്ട കാര്യം. അപ്പം എനിവേസ് ഒരു കൈ പോയിട്ടാണ്. ഇതെന്താ നടക്കുന്നുടാ? അതാ ഞാൻ പറയുന്നത്, ആളൊന്ന് കുറഞ്ഞു കിട്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അവിടെ നിർത്തി നമുക്ക് ഓടാം. നമുക്ക് ഓടാം. ഞാൻ പറയുമ്പോ അങ്ങ് അറ്റത്തോട്ടാച്ച് ഓടാം, എടുത്തെങ്കിലും ഓടാം. നേരെ എവിടെയൊക്കെ ഓടിയിട്ട് ഏതെങ്കിലും ഷോപ്പിൽ കയറി ഓടിക്കാം. കാര്യം അല്ലെ നമ്മള് വണ്ടി എവിടെയുള്ള വണ്ടി എടുത്തിട്ട് വരുമോ? വണ്ടി എടുത്തിട്ട് നമുക്ക് സ്കിപ്പ് ആവാം. ഹായ് ബ്രോ. ഹലോ
സുഖല്ല. ഓക്കെ എനിവേസ് ആയില്ല നിക്ക് ഞാൻ പറഞ്ഞ ഓടിപ്പോയി വണ്ടി കയറി രക്ഷപ്പെടാം. എന്നിട്ട് ഓടിക്കോണം. വേണ്ട അത് വേണ്ട അല്ല റോഡിൽ ആരെങ്കിലും വണ്ടി എടുത്ത് മരിച്ചോയോ പറഞ്ഞേ. ചേട്ടൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറ. ഇതെങ്ങനെ രക്ഷപ്പെടും? ആ എന്നാ പിന്നെ വണ്ടി എടുക്കാം. വണ്ടി എടുക്കാം. നീ വണ്ടി എടുത്ത് അതിന്റെ മുകളിൽ കയറി എടുക്കും ഉറപ്പായിട്ടും. മുത്ത സെറ്റ് വേറെ വഴിയില്ല. അവസാന അടവ് ഓടാം. അത് നല്ല നിക്ക് ആയില്ല. നമ്മളെ വണ്ടി വരും അപ്പൊ ഓടാം. വണ്ടി ഇവിടെ വരും. നമ്മൾ ഇത് വഴിയാന്ന് പറഞ്ഞത്. നമ്മൾ ഇവിടെ ഉണ്ടാക്കും അങ്ങോട്ട്. അതിലൊക്കെ കോഴിക്കോടിന് അടുത്ത് പോവാം. അത് നല്ല രസം ഉണ്ടാടാം. അവിടെ നിൽക്കണോ? നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ അങ്ങോട്ട് അതിലൊക്കെ കോഴിക്കോടുണ്ട്. അങ്ങോട്ട് പോവാം. ആടാ മുത്ത എന്താ ഭാവന തോണ്ടും. അതാണ് ഒരു ചെറുത് അവിടെ ഒരു പാവൊരു ചെറുതാണ്. അതിന് ഓക്കെ ഞാൻ പറയട്ടെ എന്റെ ചെറുത് എടാ ആ കുട്ടികളൊന്ന് മാറ്റോ. പ്ലീസ്. എടാ ഇതിന്റെ ഇടക്ക് ചെറുതുങ്ങളുണ്ടായി. നോക്കണം. മൊത്തം ബാഡായി. മൊത്തം എനിക്ക് ബാഡ് അടിച്ചു. താങ്ക് യു. എടാ ചെക്കൻ ഗിഫ്റ്റ് ആണ്. ചെക്കൻ ഗിഫ്റ്റ് നിൽക്കാൻ പറ്റുമോ? പറ്റൂല. സെക്യൂരിറ്റി കയറാൻ പറ്റില്ല. ഇതൊന്നും എടുത്തോ. നല്ലൊരു പരിപാടി വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി വന്ന ഗെറ്റ് ഇൻ ദ കാർ റണ്ണ് എന്ന് പറഞ്ഞ ചാറ്റ്. കാർ ഇപ്പൊ വരും. നമുക്ക് ആ കാറ് ഇല്ല കുഴപ്പമില്ല. കുറച്ച് വലിയ സെക്യൂരിറ്റി പറഞ്ഞു പറ്റൂല. ദിസ് ഈസ് ഗോയിങ് ടു ബി ട്രബിൾ എന്ന് പറയുന്നുണ്ട്. എന്റെ സ്ട്രീം ഇടന്നൊക്കെ ഞാൻ ഇതും കൂടി നോക്കട്ടെ. ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ നോക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം. ആദ്യം സമാധാനമുള്ള ഒരു സ്ഥലത്തേക്ക് പോട്ടെ. എന്താ ചെയ്യുന്ന ബാഗ് വലിച്ചോ? എടാ നിങ്ങളെ അടിപൊളിയാ. എല്ലാം നൈസാ. നമുക്ക് 2-3 പരിപാടി ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ക്രൗഡ് നടക്കുന്നില്ല. അപ്പൊ നമ്മൾ പോയോ? ആ ലൈവ് അങ്ങോട്ടേ പോവാ. നമുക്ക് വേറെ പോവാം. ഏഴാനും പോവാം. വണ്ടി ഇപ്പൊ പറഞ്ഞല്ലേ കൂടെ വണ്ടി ചേഞ്ച് ലൊക്കേഷൻ. അതാ ചേഞ്ച് നിങ്ങൾക്ക് ചലഞ്ചും പൈസ ഒക്കെ കൂടി റെഡിയാക്കി സെറ്റാക്കി വന്നാ ചെയ്യാൻ വേണ്ടിട്ട് കാര്യം നമ്മള്
വണ്ടി ഒന്നെങ്കിലും മൊത്തം തിരിച്ചു പോകും. നിങ്ങൾ ആദിലെവിടെ? സഹകരിക്കുകയാണെങ്കിൽ അതിലെവിടെ? IPS സാമിയോ ഒരു ഫോട്ടോ എടുത്തോളൂ ചേച്ചി. ഒരു മിനിറ്റ് ഇനി ഇവിടുന്ന് ഓൾറെഡി MVD കേരള സൂപ്പർ ചാരിയറ്റ്, MVD കേരള 100 റുപ്പീസ് സൂപ്പർ ചാരിയറ്റ്, വെയിറ്റ് ഫോഴ്സ് കമ്മിങ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളെ വണ്ടി എത്തും. നമ്മള് വണ്ടിക്കാരി ഒന്ന് പോവുക. കാരണം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തെന്ന് വെച്ചാല് കാര്യം ഇവിടെ ഞാൻ സംസാരിക്കുന്നത് പോലെ ഇതിൽ കേൾക്കൂല. അത്രയും സൗണ്ടാന്ന് ഇവിടെ മനസ്സിലാവും. കാര്യം ഞാൻ പറയുന്നത് വെച്ചാല് നമ്മളിവിടെ വരുമ്പോ പ്ലാൻ ചെയ്യുന്ന വെച്ചാല് ഇവിടെ ഒരു റൗണ്ട് ആക്കി ഇവിടെ ഡാൻസ് കളിക്കാം, ഫുഡ് കഴിക്കാം, ഫുഡ് ചാലഞ്ച്, പൈസ കൊടുത്തിട്ട് ആൾക്കാർക്ക് ചാലഞ്ച് കൊടുക്കാം. മെമ്പറിനെ നോക്കുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് എടുക്കാന്ന് വിചാരിച്ചേ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കുമ്പോ ഒരു പരിപാടി പോലും നടത്താൻ പറ്റില്ല. അല്ല അത് കുഴപ്പമില്ല. എന്തായാലും നമ്മൾ വണ്ടി ഇപ്പൊ വരും. നമുക്ക് ഇപ്പൊ എടുത്ത് പോവാം. അടുത്ത തവണ ഇവിടെ വരുമ്പോ നമുക്ക് മൊത്തം കാര്യങ്ങൾ സെറ്റാക്കിട്ട് വരാം. ഓക്കെ. പിന്നെ വെച്ചാൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു സ്ഥലം. അതുകൊണ്ട് ഇത്രയും ആള് ബീച്ചിൽ ഓൾറെഡി ആളുണ്ടല്ലോ. സ്പീക്കറോടെ ജസ്റ്റ് ഒരു പരിപാടി ഓൺ ആക്കി വണ്ടി നമ്മള് സ്പീക്കറോടെ ഇതിലും സംസാരിക്കാൻ പറ്റൂടാ. ഇതില് വലിയ സൗണ്ട് കേൾക്കും. നിന്റെ കോലെങ്ങനെ കോമാളി തോർത്ത് കാണുന്നില്ല. എന്റെ ബേക്കിൽ ആരെല്ലാം പിടിച്ച് മുമ്പിൽ പിടിച്ച് അള്ളാനെ എന്തിനാ ജാസിന്റെ തുണിന്റെ ഉള്ളിൽ ആരല്ലോ കൈയിട്ടില്ല കേട്ടോ. സത്യം എന്റെ തോർത്തല്ലേ പോയി. പാട്ടല്ല, നല്ല പാട്ടൊക്കെ. റോണോ താങ്ക് 100 ഗോ ഹോം എന്ന് പറയുന്നുണ്ട്. ഗോ ഹോം എന്ന് പറയുന്നുണ്ട്. 51K വാച്ചിങ് IRL സ്ട്രീമിനോ 51,000 വാച്ചിങ് ആയിട്ടുണ്ട്. താങ്ക് യു കോഴിക്കോട് സ്നേഹം കാരണല്ല വേഷം എന്താന്ന് ഇങ്ങനെ മലബാറിന്റെ തനതായ രീതിയാ. ഇവനെ നമ്മൾ ഒന്നിച്ച് നടത്തിക്കാൻ തന്നെ അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വന്നത്. കാര്യം സർട്ടിഫിക്കറ്റ് അതാ ചെക്കൻ എന്തോ ചോദിക്കുന്നത്. എന്താടാ CA സർട്ടിഫിക്കറ്റ് ആളെ പറ്റിക്കാൻ ചെയ്യുന്നത്? ഇത്രയും ആൾക്കാരെ മുന്നിൽ കേട്ടിട്ടും എന്ത് കാണിച്ചത്? 1.5 മണിക്കൂറേ വേണ്ട. ട്രെയിൻ വിളിച്ചു പോയാലും കുഴപ്പമില്ല. CA സർട്ടിഫിക്കറ്റ് അത്തള വിത്തള തവളാച്ചി ലാഗാവുന്നുണ്ടോ? പറയുന്നുണ്ട്. അവരെ മാറ്റിട്ട് എന്നോട് കളിക്കേ. ഇതാര് ഇവരെങ്ങനെ ഉണ്ട്? ഞാൻ
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലൈറ്റ് പോയാ ഇവൻ എങ്ങനെയുണ്ട് ഞാൻ ചോദിക്കട്ടെ, ഒന്ന് പോസ്റ്റ് ചെയ്താ എനിക്കൊരു ഒപ്പീനിയൻ വേണം, എനിക്കൊരു ഒപ്പീനിയൻ വേണം. എല്ലാരും പറയണം, എല്ലാരും ഫാൻ വേണം. ഇവൻ എങ്ങനെയുണ്ട്, ഇവൻ എങ്ങനെയുണ്ട്, ഇവൻ എങ്ങനെയുണ്ട്? ഡബിൾ ആണ് അല്ലാതോ? നിങ്ങൾ പറ, ഇവൻ എങ്ങനെയാ? ലൈറ്റ് പോയാ? WRL വണ്ടി വന്ന് നോക്കി, വണ്ടി വന്ന് നോക്കി. അങ്ങനെയാണ് ഇവനെയും കൂട്ടിട്ട് പോയാൽ നമുക്ക് ഇവനെയും കൊണ്ട് പോയാൽ. അവിടെ മോനെ, നീ വേറെ എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടെങ്കിലും നീ ക്യാമറ ഇങ്ങോട്ട് പിടിക്കണം, മനസ്സിലാവും? നീ ആദ്യമായിട്ട് IRL ക്യാമറ പിടിക്കുന്നത് എനിക്ക് അറിയാം, പക്ഷെ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ വെച്ചാൽ നീ അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് നീ അങ്ങോട്ട് പോയിക്കണം. സ്ക്രീനിൽ നോക്കണമെന്നില്ല. സ്ക്രീനിലോ ആരാ മമ്മൂന് ചാൻഡ് ചെയ്യുന്ന ആരാ? ഇല്ലടാ മുത്തേ, നിന്നെ എല്ലാരും എല്ലാം പറയുന്നു. സോറിടാ, എല്ലാരും ചാറ്റിലെല്ലാം ഡബ്ല്യു മൈൻഡ് സെറ്റ് പാട്ടോ. ഈ ഭാഗത്ത് കുറച്ച് വലിയ, ഈ ഭാഗത്ത് കുറച്ചുകൂടെ അല്ലേ ഒന്നുകൂടി സ്പേസ് കിട്ടൂല. അഖില ഇതാര്? എന്തൊരു കോമാളിയാണ് ഇവൻ. എടാ, ഞാൻ നിന്നെ പോലെ തെരുവില് കോമാളിയല്ലടാ, തെരുവ് നടക്കാനാ. ഇവരെന്തായാലും എന്ത് ഡ്രസ് എന്താ കളിക്കുന്നത്? നമ്മളെ കൂടി നാളെ എടുത്ത് എനിക്ക് കൊറേ ആഗ്രഹങ്ങളുണ്ടല്ലോ. ഇനി അടുത്തൊരാൾ ആഗ്രഹം ചോദിക്കും. പറഞ്ഞോ എല്ലാം എന്തോ വെബ്സൈറ്റ് മേടിച്ചു. ഓക്കെ മമ്മൂനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ലൈവിൽ മാത്രമേ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, എവിടെ ക്യാമറമാൻ? ഇവിടെ ക്യാമറമാൻ ക്രൗഡിൽ ഒരാളായി മാറി. അതായത് ഇവന് ഇവിടെ അല്ല ഉള്ളത്. ക്യാമറമാൻ ബ്രോ, കാര്യമല്ല. ക്യാമറമാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചതാണ്, ഇത് കഴിഞ്ഞ് പഠിപ്പിച്ചതാണ്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ലൈവിൽ മാത്രം ഒരു പോസ് ഒരു ഒപ്പീനിയൻ കൂടി എടുക്കാണ്ട്. എടാ, ഒരു ഒപ്പീനിയൻ കൂടി എടുക്കാണ്ട്. ഞാനിത് ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ് അനങ്ങാണ്ട് ഒന്ന് ചോദിക്കട്ടെ. ഞാനിത് മറ്റേ കമ്പ്യൂട്ടറിന് മുന്നിൽ ലൈവ് ചെയ്യുമ്പോൾ മാത്രമേ ചോദിക്കലുള്ളൂ. ഞാൻ ഇങ്ങനെ റിയൽ ഓഡിയൻസിനോട് ഇത് ചോദിച്ചില്ല. മമ്മൂനെ ലൈവിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം? മമ്മൂനൊരു പാട്ട് ഞാൻ ഇപ്പൊ കാണിച്ചെന്നില്ല, അതുപോലെയാണ് ക്യാമറ ഓടിക്കണം. മനസ്സിലാവും? ആൾക്കാരോട് ഞാൻ അഭിപ്രായം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കാണിക്കണം, എന്നെ മാത്രം കാണിച്ചാൽ പോരാ. അവരെന്താ റിപ്ലൈ തരുന്നതെന്നും കൂടി കാണിക്കണം. ഞാൻ വഴിയെ പഠിപ്പിച്ചു തരാം. ഓക്കെ, എനിവേസ് എന്തായിരുന്നു? മമ്മൂന് ഡാൻസ് കളിക്കണം. ഓക്കെ, മമ്മൂ ഡാൻസ് കളിക്കണം. ഓക്കെ, എല്ലാരും മമ്മൂനെ ഒന്ന് കളിച്ചപ്പോ വണ്ടി വന്നാൽ നോക്കണം ആരെങ്കിലും. ആ
ആൾക്കാർ പറയുന്ന മമ്മു തിരിച്ചു കയറാനാണ്. അതായത് റിയൽ ലൈഫ് ഓഡിയൻസ് അങ്ങനെ പറയുന്നത്, ലൈവിൽ അങ്ങനെയല്ല. ലൈവിൽ എന്താ പറയുന്നത്? മമ്മു കളിക്കട്ടെ, മമ്മു കളിക്കട്ടെ, കളിക്കാം. മമ്മൂലിപ്പോ സ്ഥിരം ഒരു സ്റ്റെപ്പ് ഉണ്ടാവുമ്പോ ഇപ്പൊ കളിക്കട്ടെ. വണ്ടിയോടെ എന്നാ പെട്ടെന്ന് മുന്നോട്ടാ അടിക്കുക. എന്താ ഇവിടെ കളിച്ചോ കളിച്ചോ. വണ്ടിന്റെ അടുത്തേക്ക് എടാ ഞാൻ എന്നെ കേട്ടില്ല. അത് ഞാൻ അതിനയക്കില്ല. ഒരു മിനിറ്റ് ഒറ്റയുണ്ട് ഒന്ന് എടാ സ്റ്റെപ്പ് സ്റ്റെപ്പ് വീഴും 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 വീഴല്ലേ വീഴല്ലേ. സ്റ്റെപ്പ് 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 ഒരു മിനിറ്റ് അവിടെ നിൽക്കണം. റോഡ് ബ്ലോക്ക് ആവും, സീനാവും, റോഡ് ബ്ലോക്ക് ആവും. മക്കളെ ഹലോ 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 കുട്ടികളെ മാറി നിൽക്കൂ. ഹലോ നമുക്ക് ഇവിടുന്ന് ഒഴിവാ, തൽക്കാലം നമുക്ക് ഇവിടുന്ന് പോവാം. കാരണം പോലീസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പോവാം. താങ്ക് യു ബ്രോ, താങ്ക് യു. ഫ്രണ്ടിൽ അല്ല ഫ്രണ്ടിൽ ക്യാമറ ഫ്രണ്ടില് വാ വാ വാ. അല്ല ഫ്രണ്ടില് ബാക്കിലൊരാൾ കയറ്, ബാക്കിലൊരാൾ കയറ്. ആദില് എടാ മമ്മു
മമ്മു ആദ്യം ബാക്കി പോ. ജാസി ഒഴിവാക്കി നമ്മള് പോയെന്ന് ജാസിനെ കാണുന്നില്ല. അങ്ങോട്ടേക്കാ അല്ല അവിടെ സീന ബിൽഡിംഗ് ഉണ്ടോ? നോക്കിയ ചാക്കെടുത്തിരുന്നോളെ അതിന് പോ നോക്കിയ അതിനങ്ങോട്ടിരുന്നേ അങ്ങോട്ടിരുന്നേ. ഓക്കെ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഓക്കെ ഓക്കെ ഓ പൊളി 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 ഫോണ് പോലെ പുറത്തോണ്ട അല്ല ഒന്ന് രക്ഷപ്പെടുത്തവിടുന്ന്. നേരെടുത്തോ എടങ്ങ് പോവാ ഊട്ടിയിലേക്കാ കൊടൈക്കനാലോ എടങ്ങ് പോവാ വിട്ടോ പൊന്നു മോനെ നേരെ കൊച്ചിയിലേക്ക് പോയിക്കോ. വിട്ടോ 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 വിട്ടോ. എന്റെ മോനെ ബാക്ക് സൈഡിൽ പോയി എത്ര പ്രാവശ്യം ആൾക്കാർ പിടിക്കുന്ന ആടിയല്ലോ. ആണോ? ഇത് നെറ്റ് ഓക്കെ നോക്കട്ടെ. ഒരു മിനിറ്റ് എന്റെ മുത്ത എന്റെ ജീവിതത്തില് ഒരു മിനിറ്റ് നെറ്റ് ഓക്കെ അല്ല. ഒരു മിനിറ്റ് 39,000 kbps അല്ല 4,000 എടാ നമ്മളെ സ്പീക്കറൊക്കെ ഉണ്ടാ എന്റെ തോർത്തെല്ലാം പോയിട്ടാ. അതൊന്ന് പിടിച്ച. ഏയ് എടാ നോക്കടാ എല്ലാം വണ്ടി അടിക്കും കേട്ടെ. നമ്മളെന്തെല്ലാം ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തതാ. ആര് കാര്യം പറയട്ടെ, ഇതിന്റെ ഇരട്ടിയാന്ന് മലപ്പുറം. കോഴിക്കോട് പക്ഷെ കൊച്ചിയിൽ ഇതിന്റെ പകുതി പോലും ഉണ്ടാവില്ല. ഇത് പിരാന്തന്മാരുടെ കോഴിക്കോട് അല്ലല്ല ഇതിലും ഭ്രാന്തം മലപ്പുറത്താ. പിരാന്തന്മാരുടെ ഉള്ളത്. നീ മലപ്പുറത്ത് തരണം, അതാണ് ശരിയായ റോഡ്. മലപ്പുറത്ത് നോക്കണ വണ്ടി വേറെ സീനുണ്ട്. അയ്യോ നോക്കട്ടെ എങ്ങനെ ബൈക്കിലെല്ലാരും ആണോ? ഇതാര് നമ്മ എങ്ങോട്ടേക്ക് പോകുന്നതാകുമ്പോ എടാ ഇവന് നീ ആ മറ്റേ ആ സ്ഥലം ഞാൻ പറഞ്ഞ സ്പീഡിൽ ഓടിച്ച് നമുക്ക് എവിടെയെങ്കിലും ഒളിക്കാൻ തൽക്കാലം. ഇല്ലല്ല ഒരു സ്പേസ് ഉണ്ട്, ഒരു സ്ഥലമുണ്ട്. നമുക്കൊരു ഹൈഡ് ഔട്ട് ഉണ്ട്. ഹൈഡ് ഔട്ട് പരിപാടി പോലെ അത് കുഴപ്പമില്ല, നമുക്ക് നേരെ കേറിയിട്ട് അവിടെ ഒന്ന് ലോക്ക് ചെയ്താൽ മതി. മനസ്സിലാവും. അപ്പൊ നമ്മളൊരു ഹൈഡ് ഔട്ടിലേക്ക് ഹൈഡ് ചെയ്യുന്നത്. ബാക്കിൽ മൊത്തം ഒരു 10 വണ്ടി ആൾക്കാർ. പരിപാടി പോലെ UDF മറ്റേ മാർക്കിച്ചൊക്കെ പരിപാടി നടത്തി എങ്ങനെ ഉണ്ടാവും ബാക്കില് അതേ വണ്ടി നോക്കി ഇനി പോയിട്ട് ഒരേ മറ്റേ തൈലം വെച്ചിട്ട് ഒരു മസാജ് ചെയ്യണം ശരീരം മൊത്തം. എനിക്ക് എടെല്ലാം ഉള്ളതുകൊണ്ട് എവിടെല്ലോ ബേക്കില് കുണ്ടീന്റെ എന്റെ കുണ്ടിക്കാരെ പിച്ചടാ. കുണ്ടിക്കല്ല ജാസിന്റെ ചുന്നാമണിയും കാര്യം ഇതേ ഓൾറെഡി ഞാനൊരു കുണ്ടെന്നുള്ള ലേബൽ ഉണ്ടോണ്ടെന്ന് അറിയില്ല. ആറിലോ പിടിച്ച് നമുക്ക് എന്തോലും ആയിപ്പോയി തോർത്തു പോയി. അടി കൂടെ കഴിയട്ടല്ല. ബോളിലും പൊട്ടില്ല.
നൈസുമാണ് ഞാനൊരു കാര്യം പറയട്ടെ IR-ൽ ചെയ്യുമ്പോ സ്പീഡ് ചെയ്യുന്ന പോലെ ചെയ്യണം. അതാണ് IR-ൽ സ്പീഡിന് കറക്റ്റ് ഒരു ടീമുണ്ട്. നമുക്കുള്ളത് ആരാ? ബോണ്ട മുഹമ്മദും നീയുമാന്നുള്ളത് അല്ല. ഞാൻ പറഞ്ഞതാ ഞാൻ വിളിക്കാന്ന്. അല്ല അത് കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. എടാ ഇതെന്താ ഞാൻ പറഞ്ഞ എത്രയും പെട്ടെന്ന് നമ്മൾ രാഷ്ട്രീയ പാർട്ടി വേണ്ട ഒന്നും വേണ്ട പോലെ നമുക്ക് ആരും ഇല്ലാത്ത ഏരിയയിലേക്ക് പോവാം. രാഷ്ട്രീയ പാർട്ടി നമ്മൾ ബാഗ് ആക്കി കഴിഞ്ഞാൽ നല്ല ഇതാ. ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്ത് സെറ്റ് ആക്കാനും വിചാരിച്ചു. നമ്മളെന്തെല്ലാം പ്ലാൻ ചെയ്താണ്. എന്തെല്ലാം ചാലഞ്ച്, ഫുഡ് ചാലഞ്ച്, മറ്റേ പൈസ കൊടുത്തിട്ടുള്ള സംഭവം, ആൾക്കാർക്ക് പിന്നെ ഡാൻസ്, അത് ഇത്. നമ്മളെ പിടിക്കാനല്ല, ബീച്ചിലേക്ക് വരുന്നേന്ന്. ബീച്ചിലേക്ക് നമ്മളുണ്ട്. സ്റ്റാർബക്സിന്റെ അവിടെ നിൽക്കുമ്പോഴേ വിളിക്കുന്ന റാമ്പോ ഈ വണ്ടി ഇടുകയാണ് അവിടെ നിന്നിട്ട് കയറി. ഞാൻ പറഞ്ഞേക്ക് ഇവിടെ സൈഡാക്ക്. ഇവിടെ ഒരു ബിൽഡിംഗ് വരുമ്പോ ആ ബിൽഡിംഗിൽ കയറ്റി ഇട്ടാ ഇവിടെ ഇപ്പൊ ഒരു ലൈറ്റ് നേരെ ആകുമ്പോ പാർട്ടി കയറാം. നോക്കാം. എടാ നമ്മളിവിടെ ഇറങ്ങാം. നിന്നിട്ടില്ല, പെട്ടെന്ന് എല്ലാവരും ഇറങ്ങണ. എന്നിട്ട് റാമ വണ്ടി എടുത്ത് പോയിക്കോട്ടെ. പെട്ടെന്ന് ആ മഞ്ഞ എന്റെ ഫോണൊന്നും കൊടുക്കോ. കുറച്ചുകൂടി കയറ്റി എന്റെ ഫോണിന്നാ. റൈറ്റ് ഇതാണ് ബിൽഡിങ്. കണ്ടോ? അതാണോ മനസ്സിലായില്ല? പോവാൻ പറ്റുന്ന ലെവലിൽ നിർത്താം. ഇവിടെ നിർത്താം സൈഡ് നോക്കണ്ട. പെട്ടെന്ന് ഇറങ്ങാം. നോക്കിട്ട് പെട്ടെന്ന് വാ പോവാ. വിട്ടോ റാമ്പോ പോയിക്കോ. പോലീസ് നോക്കിച്ചേ. മുഷറഫ് എന്തിയെ അവനോട് ഇത് ഇതാക്കാൻ പറ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് വളരെ സാഹസികമായ യാത്രയിലൂടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇത് കഴിഞ്ഞിട്ടുള്ളത്. എടാ ഇവിടെ ലോക്ക് ചെയ്യൂലേ? ആ അപ്പൊ നമ്മളൊരു ഹൈഡൗട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കോഴിക്കോടുള്ള ഹൈഡൗട്ട്. ഓക്കെ, ഇവിടെ പ്രൈവസി ഉണ്ട്, ഇവിടെ ആരും വരൂലെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. എനിവേസ് എന്തല്ല വേടാ ഇവിടെ സ്ഥലവും ഇല്ലടാ. മുത്ത സ്ഥലം ഉണ്ടോ? സ്ഥലമില്ല. സ്ഥലമാക്കിത്താ ഒരു റൗണ്ട് ആക്കിത്താ. ക്രൗഡ് മൊത്തം അല്ലേ നമുക്ക് ഇത് തന്നെ ഉള്ളൂ. അപ്പോ നിങ്ങളെ കാളക്കറ്റില്ല കുറെ എന്റെ കോസ്റ്റ്യൂമിനോട് ചേരുവോ? ഗൈസ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതാണ് ഇവരൊന്നും ഇതുവരെ ഇവിടെ വന്നില്ല. ഇതാണ് ഈ പബ്ബ് എന്ന് പറയുന്ന സംഭവമില്ല. അത് ഇതാണ് സ്ഥലം, മനസ്സിലാവും? ഈ പബ്ബിലേക്ക് ഇവൻ വന്ന കോലം നോക്കിയ ഇതെന്താ ഈ നാണം കെട്ടവനെ ഒന്നിച്ച് നടത്തണം. എന്താ പറയുന്നത് ചാറ്റ്? എന്റെ ഫോണാണ് എന്തോ പറയുന്ന ഞാൻ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വരാം. നിന്റെ ഫോൺ എന്ത്? വേറെ ഫോണുണ്ടോ ചാറ്റ് വായിക്കാൻ? ഒരു ഫോണ് നോക്കി ഒരു ഫോൺ ചാറ്റ് വായിക്കാൻ. നിന്റെ ഫോൺ ആരും ഫോണില്ല. പാസ്വേഡ് എവിടെ ഇരിക്കാം നമുക്ക്. W ക്യാമറമാൻ എന്ന് പറയുന്നുണ്ട്. ഗൈസ് ഞാൻ ഒരു കാര്യം പറയട്ടെ. അടി ഇല്ലല്ല ഓന്റെ ഷോപ്പാ. ഓനക്ക് ധൈര്യത്തിൽ പറയാൻ കാരണം ആണോ? ആളെന്തോ അടി കച്ചവടം വേണ്ടെന്ന് പറഞ്ഞു. നമ്മള് വന്നല്ലോ. ഇതെന്താ ഹൈലൈറ്റ് ഫ്രീ ടിബറ്റ് വിനി വിസി ഇതെന്താ നടക്കുന്നത്? ഇതെന്ത് പ്ലേസ് ആണ്? എടാടാ ഇവിടെ ക്യാമറ തിരിക്കുമ്പോൾ നോക്കണം. ഇവിടെ പ്രൈവസി ആവശ്യമുള്ള ആൾക്കാരായിരിക്കും ഇവിടെ ഇരിക്കുന്നുണ്ടാവും, മനസ്സിലാവും? അവരൊന്നും മുഖത്തെ ക്യാമറ കൊണ്ട് പോകില്ല. ഒരു സ്ഥലം കിട്ടിയ ഒരു പ്രൈവസി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അടങ്ങിയിരിക്കാം. സ്ഥലം ഉണ്ടോ? എങ്ങനെ അപ്പൊ എത്ര സമയം? 5 മിനിറ്റോ? ഓക്കെ, 5 മിനിറ്റിനുള്ളിൽ നമുക്ക് സീറ്റ് കിട്ടും. സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് ആടാ
നമുക്കായിട്ടൊരു കൂടുണ്ടാവും, അതിൽ പോയി ഇരിക്കാം. നോക്കാം. ഇതിന് ഐസ് വൈബാണല്ലോ. ആദ്യമായിട്ട് എങ്ങനത്തെ കൂടാത്തില്ല. എങ്ങനെയുണ്ട് ആംബിയൻസ് എല്ലാം? പുറത്തിറങ്ങാൻ പറ്റില്ല. എന്താ വീടിന് പുറത്തിറങ്ങാനില്ല. പോലീസ് നമ്മളെ കാത്തിരിക്കുന്നു. കുറെ ആൾക്കാർ പോലെ കുറെ ആൾക്കാർ കൊന്നിട്ട് വന്ന പോലെ ഉള്ളത്. ശരിക്കും എനിക്കെന്താ തോന്നറിയോ, ഈ സോംബി അപ്പോക്കലിപ്സ് സോംബി മൂവീസ് ഉണ്ട്. ഈ സോംബി മൂവീസിൽ സോംബികളെ പഠിച്ചിട്ട് നമ്മള് ഓടി കളിക്കും. അതേ അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നുന്നു. പോലീസുകാരും കൂടി കറക്റ്റ് പോലീസ് അതിന്റെ ഒന്നിച്ചു വന്നപ്പോ റാംബോനെ വിളിച്ച് ചോദിച്ചേ. റാംബോനെ പൊക്കിയിട്ടുണ്ടാവും. റാംബോനെ പിള്ളേരിലും കൂടി പൊക്കിയിട്ടുണ്ടാവും. പിള്ളേരുടെ പോലീസും അതിന്റെ വണ്ടി വേക്ക് പോയിട്ട് പോലീസ് നമ്മളെന്താക്കിയാരോ, നമ്മളിവിടെ ഇറക്കി വിട്ടിട്ട് റാംബോ വണ്ടി എടുത്ത് നേരെ പോയി. പോലീസ് അവന്റെ വേക്കുന്ന പോയിട്ട്. അതായത് മറ്റേ മോഹൻലാലിന്റെ സിനിമല്ലേ, മോഹൻലാല് മറ്റേ പോലീസ് വന്നോ? പോലീസ് ലൈവ് ഒന്നും കാണൂല. അത് ഫേക്കാണ്. പോലീസ് ലൈവ് കാണൂല, പേടിക്കണ്ട. അല്ല, ഇത് നമ്മളെന്താ തെറ്റ് ചെയ്തത്? നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നമ്മള് ജസ്റ്റ് ഒരു ലൈവ് കോഴിക്കോട് ബീച്ചിൽ ഇട്ടു. അതിന് ആൾക്കാർ വന്ന് നമ്മളെ പ്രശ്നം. ഷാനി വിളിക്കുന്നുണ്ട്. പുറത്തായി പോയിട്ട് വിളിക്കുക. ഇല്ല ഷാനി, ഇല്ല നടക്കൂല. ഷാനി നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. നീ വിളിച്ചിട്ട് കാര്യമില്ല. നിനക്കൊരു നാണുണ്ടാണ്. നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ നീ അവിടെ ആക്കിയിട്ട് ഇവിടെ വന്നിട്ട് എടാ എന്റെ അക്കൗണ്ട്, എന്റെ ഇൻസ്റ്റാ അക്കൗണ്ടുള്ള ഒരു പരിചയപ്പെടുത്തി കൊടുക്കും. ഇതിന്റെ ഓണറിനെ പരിചയപ്പെടുത്തി കൊടുക്കും. കാവലിക്ക് ഇക്കാന് വേറെ നേരം ബിജു. താങ്ക് യു. ഓണറാട്ടോ. ഇതിലൊരു പ്രശ്നമുണ്ട്. ഫസ്റ്റത്തെ സ്റ്റോറി ഡിലീറ്റ് ചെയ്യണം. അഥവാ കേസായി കഴിഞ്ഞാലേ അല്ല എന്തിനാ കേസാണ്? ഇല്ലടാ, ഞാൻ പാട്ടിടാൻ വേണ്ടി ആരടുത്ത് തന്നേ. പാട്ടിടാൻ വേണ്ടി തന്നില്ലേ മണീന്റെ പാട്ട്? അങ്കോന്ന് റാംബോനെ പോലീസ് സ്റ്റേഷനിലായിരിക്കും ഉണ്ടാവുക. കുപ്പായ ഒരിച്ചാണ് നിൽക്കുന്നുണ്ടോ? കുപ്പായ ഒരിട്ടാണ് നിൽക്കുന്നുണ്ടാവും. കോൾ റാംബോ. റാംബോനെ വിളിക്കാം. എടാ ക്യാമറ ഒന്നും എടുത്തിട്ട് ആൾക്കാരെ മൊത്തം ആദ്യം അവർക്ക് കുഴപ്പമില്ല. എന്താ അവസ്ഥ? പോലീസ് ഉണ്ടോ? ഇവിടെ ഫുള്ള് പുകയാണല്ലോ. ആൾക്കാർ കേട്ടില്ലേ? ഒരു 1.5 ഓട്ടല്ലേ നമ്മൾ ഓടി. അതിന്റെ കോടുണ്ട്. എന്താ മമ്മുന്റെ ഫോണ് കാണുന്നില്ല. ഞാൻ റാംബോനൊന്ന് വിളിക്കട്ടെ. മമ്മുന്റെ ഫോണ് കാണുന്നില്ല. കാണുന്നില്ലേ? നീ എന്നെ ലാസ്റ്റ് പാട്ട് വെച്ചോ. ആർക്കും കൊടുത്തത് ലൈവിലൊന്ന് പെട്ടെന്ന് പറ. ഗൈസ് മമ്മൂന്റെ ഫോണ് കാണാണ്ടായിട്ടുണ്ട്. ഞാൻ കിട്ടൂല പിന്നെ അങ്ങനെ പറഞ്ഞ കൊണ്ടു. അല്ല മമ്മൂന്റെ ഫോണല്ലല്ലോ, മറ്റേതാ. ഏതാ? നമ്മള് പാട്ട് വെച്ച് പോണാ. അത് നിന്റെ ഫോണ് ഇട്ടല്ല. നിന്റെ എവിടെ? അഖിലിന്റെ ഇതല്ലേ പോക്കറ്റില്ലേ? ഞാൻ ആൻഡ്രോയിഡ് ആക്കിയ നെറ്റ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നെറ്റ് കിട്ടുന്നില്ലേ? ലാസ്റ്റ് ഇവരെ പാട്ട് വെച്ചോ. ചിലപ്പോ വണ്ടിയിലുണ്ടാവും. റാംബോന്റെ ഉണ്ടാവും. റാംബോ എന്റെ ഫോൺ എടുത്ത് എന്റെ ഫോൺ വണ്ടിയിൽ വീണിട്ടുണ്ടോ? വണ്ടിയിൽ വീണിട്ടുണ്ടാവും. മമ്മൂന്റെ ഫോൺ ഗൈസ് ഒരു വൈറ്റ് ഐഫോൺ ആരെങ്കിലും കയ്യിൽ കിട്ടില്ലെങ്കിൽ ഒന്ന് കൊണ്ടു തരണം. ഗോൾഡ് അല്ല, വൈറ്റ് 13 Pro ആരെങ്കിലും കയ്യിൽ കിട്ടിയെങ്കിൽ ഒന്ന് കൊണ്ടു തരണം. അല്ലല്ല മമ്മൂന്റെ മറ്റേതാ കഞ്ഞിടിച്ചു പോകുന്ന ആ ഫോണും കൊണ്ടാവും കഞ്ഞിടിച്ചു പോകുന്നത്. ഇതെന്താന്ന് ചാരിറ്റിയാ? മേടിച്ചൊരു ഡബ്ല്യൂ കേട്ടാ. നമ്മൾ ഓടുന്നതിന് കറക്റ്റ് ബൈക്കിലേക്ക് വന്ന് എല്ലാ അടിപൊളി. എടാ എവിടെയാ നീ? ഹലോ ഇതാരാ? നിന്റെ മമ്മൂന്റെ ഫോണുണ്ടോ? അല്ല അഖിലിന്റെ ഫോണുണ്ടോ? ഓക്കെ. ഷമീറിന്റെ അല്ലേ? നീ അവിടെ വണ്ടി എന്താക്കിയോ? സേഫ് ആക്കിയോ? ഒച്ചത്ത് പറയല്ലേ? ലൈവാ വണ്ടി അവിടെ വിട്ടാന്നും പറയല്ലേ? നീ സേഫ് ആക്കിയിട്ടുണ്ടല്ലോ. വേണമെങ്കിൽ ഒന്ന് മാറ്റിക്ക. അത് ലൈവിൽ കേട്ടെന്ന് തോന്നട്ടോ.
നോക്കി ചെയ്. നീ മെല്ലെ വന്നാലും മതി. ഇനിയിപ്പൊ നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോ നീ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോ വരുന്ന വഴിക്ക് എന്താ അല്ല അവർ സിനിമ കോമഡിയാ. നോക്കി ചെയ്യട്ടോ റാംബോ. എനിവേസ് ചാറ്റ്. എടാ സീറ്റായോ ഇപ്പഴോ? കാരണം ഇവിടെ ഇപ്പൊ സീറ്റ് ഇട്ടു. ബിസിനസ് പാർക്കൊന്നും വേണ്ട. ഈ മ്യൂസിക്കിന്റെ സൗണ്ട് ഒന്നും അല്ല, അതുകൊണ്ടല്ല. സോബികൾ പിടിക്കുന്ന ഒരാൾക്കാർ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, അതാ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. റാംബോ അറസ്റ്റഡ് പോയി കേരള പോയി വെറുതെ ചെട്ടിയിൽ നിൽക്കുന്നുണ്ടാവുമേ. ഇതാ ഇവിടെ വക്കീലില്ലേ കൊലക്ക് കൊടുക്കാൻ. അപ്പൊ നമ്മള് പോണോ? ഒന്ന് ചോദിച്ചു നോക്ക്. ആണോ? അല്ല, നമുക്ക് ഉള്ളിലിരിക്കാം. ഉള്ളിലിരുന്ന കുഴപ്പമില്ലല്ലോ. സീറ്റ് ഫുള്ളാ. ചെരുപ്പിടില്ലേ?